വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ കഴിഞ്ഞ ആഴ്ച നടന്ന മത്സരത്തിനെ കുറിച്ചിട്ടാണ്. മത്സരം മിക്കവാറും പേരും കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന മാച്ചുകളിൽ ഒന്ന് തന്നെയായിരുന്നു യുണൈറ്റഡ് ലിവർപൂൾ. മത്സരത്തിൽ ലിവർപൂൾ ഇതില്ലാതെ 3 ഗോളിന് ജയിക്കുകയും ചെയ്തു. സലൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. പക്ഷെ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ പ്രശ്നങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫാൻസ് അതുപോലെ എല്ലാവരും പൊതുവെ അനലിസ്റ്റുകൾ ഇത് നമ്മൾ വീഡിയോ എല്ലാം കാണുമ്പോഴും അവർ പറഞ്ഞ ആ DMF പൊസിഷൻ്റെ പ്രശ്നം, ഒരു മത്സരത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത് കസമീറോ അതുപോലെ തന്നെ DMF മിഡ്ഫീൽഡ് പൊസിഷനിൽ നിന്നാണ് അവർ ലിവർപൂൾ പലപ്പോഴും ബോൾ റിക്കവർ ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ആ ഭാഗത്തോട്ട് അവർക്കറിയായിരുന്നു ലിവർപൂൾ അങ്ങനെ ഒരു പ്ലാനിലാണ് വന്നത് എന്നുള്ളത് മത്സരം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. ഇവിടെ വീക്ക് പോയിന്റ് എവിടെ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് മത്സരങ്ങൾ ഗോൾ അടിക്കണം എന്നുള്ളത്, എങ്ങനെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ യുണൈറ്റഡിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. കാര്യം അവർ ഫിനിഷിങ്ങിലെ പാളിച്ചകൾ മാത്രമാണ് അവർക്ക് നല്ല ഗോൾഡൻ ചാൻസ് ഉണ്ടായിരുന്നു സിർക്സിക്ക് കിട്ടിയതെല്ലാം. ഒരുപക്ഷെ നല്ല സ്ട്രൈക്കർ, ഒരു ഹൈലൻഡോ വേറെ നല്ല സ്ട്രൈക്കറാണ് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളത് ഉണ്ടെങ്കിൽ സ്കോർ ബോർഡ് ഇത്ര വേഴ്സായി മാറൂല എന്നുള്ളതാണ്. അപ്പോൾ മിഡ്ഫീൽഡ് മാത്രമാണോ യുണൈറ്റഡിൻ്റെ പ്രശ്നം? കാര്യം ഒരു പക്ഷേ ഈ ടീമിനെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ നല്ല സ്ട്രൈക്കർ, അതായത് പ്രോപ്പർ ഗോൾ സ്കോറിങ് ആയിട്ടുള്ള ഒരാൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലിവർപൂൾ ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്യാനും വരില്ല. അതുപോലെ തന്നെ അതായത് അത്ര അഗ്രസീവായിട്ടുള്ള പ്രസ്സിങ് ഒരു ഫ്രണ്ടിൽ സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ പലപ്പോഴും അതിന് സാധിക്കില്ല. പിന്നെ അതുപോലെ ആ കിട്ടിയ ചാൻസുകൾ ഗോൾ അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ജയിക്കും എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു പക്ഷേ സ്കോർ ലൈൻ ഇത്ര വേഴ്സാവില്ല. 3-2 ഒക്കെ തോൽവി എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ യുണൈറ്റഡ് ഫാൻസ് തന്നെ ഏകദേശം തോൽവി പ്രതീക്ഷിച്ചിരുന്ന കൂടുതൽ ഫാൻസിനും തന്നെ അത് അത്ര മോശമായിട്ട് തോന്നില്ലായിരുന്നു. പക്ഷേ ഈ സ്കോർ ലൈനാണ് ഒന്നാമത്തെ വർഷം 3-0 എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഹോയ്ലൻഡിൻ്റെ പരിക്കുണ്ട്, ജിക്സി മാത്രമേ. ജിക്സിൻ്റെ ഒരു കുഴപ്പം തോന്നിയത് അവിടെ ഹൈറ്റ് എല്ലാം ഉണ്ട്, പക്ഷേ ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് കളിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ഡീപ്പായിട്ട് വന്നിട്ട് പിന്നെ കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊരു കറക്റ്റ് ഗോൾ സ്കോറിംഗ് പൊസിഷനിലോട്ട് ഇതാരും വരുന്നതായിട്ട് തോന്നിയിട്ടില്ല. പലപ്പോഴും വന്നിട്ട് ബോക്സിൻ്റെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ എത്തുന്നതായിട്ട് അത്ര ഓടി എത്തണുള്ളൂ പലപ്പോഴും. അതൊരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ അതുപോലെ ആ കിട്ടിയ ചാൻസുകൾ ഗോള് സ്റ്റാർട്ടിംഗ് ആണ്, ചിലപ്പോൾ ഇതുപോലെ ഒരു 1-2 ഗോളുകളൊക്കെ അടിച്ച് കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ തീർച്ചയായിട്ടും ഗോൾ അടിച്ചുകൊണ്ടിരുന്നോളും. പക്ഷെ അപ്പോഴും പറഞ്ഞത് താഴെ പ്ലെയർ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡീപ് പ്ലേയിങ് ആയിട്ട് പ്ലേ മേക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. ആ സമയത്താണ് ഹോയ്ലൻഡിനെ പോലുള്ള താരങ്ങളുടെ ഒരു എന്താ പറയുക ഗോൾ സ്കോറിംഗ് ആയിട്ട് പ്രോപ്പർ സ്ട്രൈക്കർ ഫ്രണ്ടിലില്ലാത്തതിൻ്റെ പ്രശ്നം കാണുന്നത്. പിന്നെ മത്സരം സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ അമാദിനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ കേട്ടിരുന്നു. പലരും പറഞ്ഞ കാര്യം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നന്നായി കളിച്ചതാണ് അമാദ്, അപ്പോൾ എന്തുകൊണ്ട് റഷ്ഫോർഡിനെ അതുപോലെ അപ്പുറത്ത് ആണെങ്കിൽ ഗർനാഷോ ആണെങ്കിൽ റൈറ്റ് വിങ്ങിൽ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുള്ള മത്സരം നോക്കുമ്പോൾ കിട്ടിയ 2 ചാൻസുകൾ, റഷ്ഫോർഡിനെ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ആ കിട്ടിയ 2 ചാൻസുകൾ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തത്, നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തത് റഷ്ഫോർഡിലൂടെയാണ്. അപ്പോൾ താരത്തിന് പ്രശ്നമുണ്ട്, ഡിഫൻസിന് ഇറങ്ങി വരാത്തതും അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ താരത്തിന് ഒന്നാമത് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ കാര്യം ഡിയാലോ അറിയാം അത്ര പാസ് കൊടുക്കണതിൽ നമ്മളത് അത്ര നല്ല അതായത് ഒരു കറക്റ്റ് ഒരു ഫൈനൽ പാസ് കൊടുക്കാൻ മാത്രം ഒരു ക്വാളിറ്റി താരത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ താരത്തിൻ്റെ ഡ്രിബ്ലിംഗ് അതുപോലെ സ്കോറിംഗ് എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഒരു വർഷം വന്നത് ഗർനാഷോയും റൈറ്റ് വില്ലിങ് കളിക്കേണ്ടത് കാര്യം ഗർനാഷോ പോലെ ചാൻസുകൾ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് ഗോൾ സ്കോർ ചെയ്യാനാണ് താരത്തിന് പറ്റുമെന്നുള്ളതാണ്. അതൊക്കെ പിന്നെ അതുപോലെ മിഡ്ഫീൽഡിൽ എടുത്ത് പറഞ്ഞ ഇത് പ്രശ്നം തന്നെയാണ് കസമീറിൻ്റെത്. ഒരു കസമീറോ അതുപോലെ DMF പൊസിഷനിൽ ആരും ഇല്ലാത്തത്. ഉഗാർത്തൻ്റെ കോപ്പയിലൊക്കെ മാച്ച് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ഡിസ്ട്രോയർ ആണെങ്കിലും പാസ് കൊടുക്കാൻ ഫ്രണ്ട് ലൈനിലോട്ട് പാസ് കൊടുക്കാൻ കഴിയാത്ത താരം തോന്നിയിട്ടില്ല. പലപ്പോഴും ഉറുഗിൻ്റെ മാച്ചിലേക്ക് മുന്നോട്ട് തന്നെ പാസ് കൊടുക്കണ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വന്നാൽ ടീമിൻ്റെ ഒപ്പം ക്ലിക്ക് ആയാലും മിഡ്ഫീൽഡ് ഒരു കൺട്രോൾ വന്നാൽ ആവുന്നുള്ളതാണ്. പിന്നെ അതുപോലെ എഡിറ്റിൻ്റെ മറ്റൊരു പ്രശ്നം എടുത്ത് പറയേണ്ടത് തോന്നിയിട്ടുള്ളത് മാർട്ടിനസ് അതുപോലെ ഡിലൈറ്റ് ലോങ് ബോൾ കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അയാക്സിൻ്റെ കാര്യം വിട്ടാലും യുവൻറ്റസ് ആണെങ്കിലും അതുപോലെ ബയേൺ ആണെങ്കിലും ഇപ്പോൾ ബയേണിൻ്റെ ഒക്കെ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലൊക്കെ തോറ്റ മത്സരമൊക്കെ സിറ്റിനോട് തോറ്റ മത്സരം അതൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഡിലൈറ്റിനെ സെൻറ്റർ ചെയ്തിട്ട് പലപ്പോഴും ഡിഫൻസ് ഒരിക്കലും ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാര്യം താരം ഒന്നും കൂടി ഒരു അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന പ്ലെയറാണ്. 1-on-1 താരം അടിപൊളിയാണ്, കാര്യം നല്ല ഫിസിക്കൽ ഉണ്ട്, ടാക്ലിംഗ് എബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല പലപ്പോഴും ഒരു താരത്തിൻ്റെ പൊസിഷനിങ് ഒന്നും പലപ്പോഴും റെഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ അവസാനം ബയേൺ തോറ്റ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കാര്യം പലപ്പോഴും അഗ്രസീവായി കയറി പോയിട്ട് ബോക്സിനുള്ള ബോൾ ആരുടെ കയ്യിലാച്ചാൽ അവിടെ പോയിട്ട്
അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ യുണൈറ്റഡിൻ്റെ ഗോൾ കുടുങ്ങിയതൊക്കെ നോക്കിയാൽ മതി. ബോക്സിനുള്ള മാർക്കിംഗ് പലപ്പോഴും താരത്തിന് വരുന്നില്ല. ആര് മാർക്ക് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ബാക്കിന് ബിൽഡപ്പ് ചെയ്യാനാണെങ്കിൽ മാർട്ടീനസ് രണ്ടുപേരും അത്ര മാർട്ടീനസിൻ്റെ ഭാഗത്തിന് പ്രത്യേകിച്ചും ഒരു പാസോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുക വേണ്ട എന്നുള്ളതാണ്. രണ്ടുപേരും ഡിഫൻസിൽ മാത്രം നന്നായി എന്നുള്ളതുകൊണ്ട് ടീമിനെ മൊത്തത്തിൽ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അതും ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ടെൻഹാഗ് എന്ന് ഓർക്കുമ്പോഴാണ് പ്രശ്നം. കാര്യം എങ്ങനെ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യണം അതോ ഇനി പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് എക്സിൽ പോലുള്ള ടീമുകളിൽ. കാര്യം ഡിഫൻസ് ഓർഗനൈസ് ചെയ്യുന്നത് അത്ര വലിയ ഒരു പ്രശ്നമൊന്നുമല്ല അങ്ങനത്തെ ടീമുകൾക്ക്. എല്ലാവരും ഒരു പ്രോപ്പർ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയിൽ കളിക്കുന്ന ടീമുകളാവും. ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പുകൾ മാത്രമാവും പലപ്പോഴും കാര്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാൻ ഒരു പക്ഷേ മഗ്വയറിനെയാണ് നിലവിൽ യുണൈറ്റഡിൽ കുറച്ചും കൂടി ഒരു കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ എന്നുള്ളതാണ്. അപ്പോൾ മഗ്വയറിൻ്റെ ചുറ്റും ഒരു ഡിഫൻസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നു. അപ്പോൾ മാർട്ടീനസും അതുപോലെ മാർട്ടീനസ് ലെഫ്റ്റ് ബാക്കിൽ കളിച്ചപ്പോഴും അത്ര നന്നായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു ഇതുള്ള വെച്ചാൽ ആരും തീർച്ചയായിട്ടും ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് എങ്ങനെയെങ്കിലുമൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ സബ്ബായിട്ട് വന്നാലും അവസാനത്തെ കുറച്ച് സമയത്തൊക്കെ ഏതായാലും ഗ്രൗണ്ടിലുള്ളത് നന്നാവും. പക്ഷേ ഒരു പ്രോപ്പർ അറ്റാക്ക് മൂവ്മെൻറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആണെങ്കിൽ ഇപ്പോൾ നോക്കാനാണെങ്കിൽ പലപ്പോഴും കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെയാണ് യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ് പാസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ അതിന് കേപ്പബിൾ ആയിട്ടുള്ള താരങ്ങൾ ബാക്കിലുള്ളത് നന്നാവും. ഇപ്പോൾ ഉഗാർത്തെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാസ് കൊടുക്കും. പക്ഷേ ഒരു എന്താ പറയുക ഡിയോ അങ്ങനെ പോലെ അങ്ങനെ ബാക്കിൽ നിന്നൊരു കറക്റ്റ് ത്രൂ ബോളോ ലോങ് ബോളോ ഒരു ഡേഞ്ചർ പാസ് കൊടുക്കാൻ മാത്രം പോകുന്ന താരമൊന്നും ഇല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് ചിലപ്പോൾ കോപ്പി മൈനുവിനെ കൊണ്ടൊക്കെ സാധിച്ചു തരും. പക്ഷേ കോപ്പി മൈനു ഒരു ബോക്സ് ടു ബോക്സ് ഒക്കെയാണ് കളിക്കുന്നത് പലപ്പോഴും. അങ്ങനെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ലിവർപൂളിനെ ഒന്ന് തോൽപ്പിക്കാൻ മാത്രം പോകുന്ന പ്ലാനും കൊണ്ടൊന്നും അല്ല ടെൻഹാഗ് ഇറങ്ങിയിരുന്നതെന്ന് കാണാം. പിന്നെ സിറ്റിനോടൊക്കെ കളിച്ച മത്സരങ്ങളാണ് നമുക്കറിയാം. നല്ല കൗണ്ടർ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്ന് കളിച്ചതായിരുന്നു പലപ്പോഴും യുണൈറ്റഡ്. അതുപോലുള്ള അവസരങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ലിവർപൂളിൻ്റെ കാര്യം എടുത്ത് പറയണം. അവർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഉള്ള താരങ്ങളെല്ലാം വെച്ചിട്ട് ആർനെസിലോട്ട് നന്നായിട്ട് തന്നെ ടീമിനെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അറ്റാക്ക് മറ്റ് ഇതിന് മുന്നേ ക്ലോപ്പിൻ്റെ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്താ ഒരു എന്താ ഫീൽഡ് മൊത്തം ക്രോസ് ചെയ്ത് വരേണ്ട ക്രോസുകൾ ലോങ് ക്രോസുകളൊന്നും വരുന്നില്ല എന്നുള്ളൂ. പക്ഷേ പാസുകളൊക്കെ ഇപ്പോഴും ലോങ് അടിച്ച് കയറി പാസിട്ട് പോകുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സലിൻ്റെ ഗോള് എല്ലാം എടുത്ത് പറയണം. അതുപോലെ അല്ല സലിൻ്റെ ലിവർപൂളിൻ്റെ ഗോളുകളെല്ലാം നല്ല രീതിയിൽ തന്നെ കൗണ്ടർ പ്രസ് ചെയ്ത് ഗോൾ എടുത്തിട്ട് ഗോൾ അടിച്ച് തന്നെയാണ്. അപ്പോൾ ലൂയിസ് ഡിയാസ് അതുപോലെ തന്നെ ഒനാന അത് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പൊസിഷനിലോട്ട് കാര്യം നിയർ പോസ്റ്റിലോട്ട് നിൽക്കേണ്ട ഇത് പൊസിഷനിങ് പോലും ഒനാൻ്റെ ശരിയായിട്ടില്ലായിരുന്നു എന്ന് പറയാം. ഇത്രയൊക്കെയാണ് ആ മത്സരത്തിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത്. യുണൈറ്റഡ് ഇതുപോലെ മിക്കവാറും ഈ ഒരു മത്സരം കൂടി കഴിയുമ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു കോൺഫിഡൻസ് എല്ലാം മിക്കവാറും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് യുണൈറ്റഡിൻ്റെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നുണ്ട് മിഡ്ഫീൽഡ് മാത്രം പോരാ, ഒരു പ്രോപ്പർ ഗോൾ സ്കോറിങ്ങും കൂടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് നന്നായിട്ട് സഫർ ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ കിട്ടുന്ന തീർച്ചയ അല്ലെങ്കിൽ ഹോയിലാൻഡ് എപ്പോഴും തിരിച്ചു തരിക എന്നുള്ളത് അറിയില്ല. പക്ഷേ തീർച്ചയാണെങ്കിലും ഗോൾ സ്കോറിങ് ഒന്ന് പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ടീമിന് കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് ആവും എന്നാണ് തോന്നുന്നത്. എന്തായാലും പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.